കില്ലാടി അക്ഷയ് കുമാറിന്റെ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്, ഹൗസ്ഫുൾ പാഞ്ച്. അതിൽ വേർഷൻ ഉണ്ട്, പാഞ്ച് എ പാഞ്ച് ബി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തേ സി തൊട്ട് സെഡ് വരെ വെറുതെ കിടക്കാനുള്ള അതും കൂടി ഇറക്കായിരുന്നു. സോ 5A 5B തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കഥയിൽ. കാരണം ഒന്നാമത് ഇതിന് കഥയില്ല. പിന്നെ വ്യത്യാസമുള്ളത് ലാസ്റ്റ് ഒരു കില്ലർ വരുന്നുണ്ട്. ആ കില്ലർ രണ്ടെണ്ണത്തിലും ഡിഫറെന്റ് ആണ്. 5A ആണ് ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റിനാണ് വന്നിരിക്കുന്നത്. ആമസോൺ പിന്നെ നാട്ടുകാരെ വലിഞ്ഞു പിഴിഞ്ഞ് ഊറ്റാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. സോ ഞമ്മന്റെ കിലാടി അക്ഷയ് കുമാറിനെ പറ്റി പറയണെന്ന് വെച്ചാൽ വളരെ നല്ലൊരു മനസ്സിനുടമയാണ്. ഒരേ സമയത്ത് ട്രോളന്മാരെയും അതേപോലത്തെ ഫാൻസിനെയും അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കും. സോ ഈ റീസെന്റ് സിനിമാസ് എടുത്ത് നോക്കിയാൽ മതി. ആദ്യം സ്കൈ ഫോഴ്സ്, അത് നല്ലൊരു സിനിമയായിരുന്നു. ഫാൻസിനൊക്കെ കൈയടിപ്പിച്ച പടം, അല്ലെങ്കിൽ ഫാൻസ് കൈയടിച്ച് എല്ലാവരും കൈയടിച്ച പടം. അപ്പൊ തന്നെ പോയിട്ട് ബഡേ തിമിംഗലം ചോട്ടെ നത്തോലി പറഞ്ഞിട്ട് നമ്മുടെ പൃഥ്വിരാജ് ഒക്കെയുള്ള പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ട്രോളന്മാർക്കുള്ള കണ്ടന്റ് ഒക്കെ അങ്ങേര് കൊടുത്തു. പിന്നെ പോയിട്ട് കേസരി ചാപ്റ്റർ 2 ചെയ്തു. നല്ല പടം, കിടിലനായിട്ട് തന്നെ അങ്ങേര് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കാട്ടവരാധം അങ്ങേര് ഇറക്കി വിട്ടിട്ടുണ്ട്. സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല, കുറെ അഡൾട്ട് ജോക്സ് ഉള്ള എന്തോ ഒരു സാധനം. അതാണ് ഹൗസ്ഫുൾ 5A. സോ ആദ്യം ഇതിൽ അപ്രീസിയേഷനും അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇതിലത്തെ നായികമാർക്കാണ്. ആദ്യം ജാക്വലിന്റെ മെയിൻ പണി എന്താ വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും ഐ എം റെഡി ടു സ്ലീപ്പ് പറഞ്ഞിട്ട് ഒരു കെട്ടക്കപ്രാന്തി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ എന്താണ് വെച്ചാൽ ഒരു പെണ്ണ് കുനിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും വായിന്ന് വെള്ളം ഒലിക്കുന്ന കുറെ ആൾക്കാരെയാണ് ഈ സിനിമയിൽ കാണാനുള്ളത്. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു ഇൻഡസ്ട്രി വേറെ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ലാബ് ബിസ്ക്കറ്റ് കണ്ടാൽ പോലും ഇങ്ങനെ ഒഴിപ്പിക്കില്ല. അജാതി ഒഴുക്കലാണ് വായിന്ന്. പിന്നെ തൊട കാണുമ്പോൾ ഒഴുക്കുക, മൈക്രോസ്കോപ്പ് പോലെ വെച്ച് നോക്കുക. ഇജാതി കാമപ്രാന്തന്മാര് വേറൊരു ഇൻഡസ്ട്രി ഉണ്ടാവും തോന്നില്ല. അങ്ങനെയാണ് ഇവന്മാർക്ക് പടം. ഇവർക്ക് എനിക്ക് തോന്നുന്നു കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ പറഞ്ഞാൽ അത് മൊത്തം ഇതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അടുത്ത ആള്, നമ്മുടെ അക്ഷയ് കുമാറിന്റെ ഭാര്യയായിട്ട് ഒരു കൊച്ചു വരുന്നുണ്ട്. അഭിഷേക് ബച്ചന്റെ ഭാര്യയായിട്ട് ജാക്വലിൻ വരുന്നുണ്ട്. റിതേഷ് ദേശ്മുഖിന്റെ ഭാര്യയായിട്ട് വേറൊരു കൊച്ചും വരുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇവര് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ്. ഇനി ഇത് നിന്റെ ഭാര്യ, ഇത് എന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു. എന്തോന്നാട്ടെ ഇത് വല്ല ജോമെട്രി ബോക്സോ അല്ല അറിയാണ്ട് ചോദിക്കുകയാണ്. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നായികമാർക്ക് അഭിനയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് വേണ്ട കുറച്ച് ബോഡി ഷോ കാണിക്കുക, കുറച്ച് ഐറ്റം ഡാൻസ് കാണിക്കുക, വീണ്ടും കുറച്ച് അഡൾട്ട് ജോക്സും കാര്യങ്ങളും ചെയ്യുക, കുറച്ച് ബോഡി ഷോ കാണിക്കുക, കുറച്ച് ഐറ്റം ഡാൻസ് ചെയ്യുക. ഇത് മാത്രമേ ഈ സിനിമയിലുള്ളൂ. സോ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡയറക്ടർ ഇങ്ങനെ ഈ ചാനൽ ഇങ്ങനെ മാറ്റിക്കൊണ്ട് രാത്രി ഇരിക്കുമ്പോൾ ചിലപ്പോൾ വല്ല കിരണോ അല്ലെങ്കിൽ മറ്റേ സൂര്യൊക്കെ എത്തിയപ്പോ ചന്ദാമാമ സിനിമ ഇട്ടത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങേര് വിചാരിച്ചിട്ടുണ്ടാവും ഇത് റീമേക്ക് ചെയ്യാം, ആരും അറിയാനൊന്നും പോണില്ല പറഞ്ഞിട്ട് അതിന്റെ റീമേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ ആ സിനിമയ്ക്ക് ഇപ്പൊ കണ്ടാലും ചിരിക്കാനുണ്ട്. ഇത് കണ്ടതിന് അവരാതൊന്ന് കഴിഞ്ഞാൽ മതി എന്നേ തോന്നുള്ളൂ. സോ അക്ഷയ് കുമാർ, റിതേഷ് ദേശ്മുഖ്, അതേപോലെ അഭിഷേക് ബച്ചൻ, അങ്ങനെ കോമഡിക്ക് കിട്ടിലനായിട്ടുള്ള ആക്ടേഴ്സിന് കിട്ടിയിട്ട് ഇത്രയും അവരാത് ഇറക്കി വെച്ചല്ലോ എന്നാണ് സങ്കടം. അതേപോലെ സഞ്ജയ് ദത്ത് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ സ്ഥിരം തല്ലുകൊളി ജാക്കി ഷറോഫ് ഇതിലുണ്ട്. സഞ്ജയ് ദത്തിന്റെ ഗതിയാണ് അതിലേറെ പരഗതി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങേരെ KGF കൊട്ടൂര വില്ലനായിട്ട് പ്രസന്റ് ചെയ്തിട്ട് അങ്ങേര് ഇപ്പൊ ഈ ഇടയ്ക്ക് വന്ന് പറയേണ്ടത് ലോകേഷ് എന്നെ വേസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ തമാശക്ക് പറഞ്ഞതാണോ അല്ലെങ്കിലും ഇങ്ങേരാണ് ശരിക്കും വേസ്റ്റ് ആയത്. ഇത്ര കിടിലൻ ഒരു വില്ലനിസം പെർഫോം ചെയ്തിട്ട് അങ്ങേര് പോയിട്ട് സകല ചവറിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു പൂത്തിനി പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ചവർ ക്യാരക്ടറാണ് ഇതിൽ, ബാബ കോബ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ അവസ്ഥയാണ് ഇനി ബോബി ഡിയോൺ ഉണ്ടാവാൻ പോകുന്നത്. അനിമലിൽ കിടിലൻ വില്ലനിസം ആയിരുന്നു. പിന്നെ ഈ ഡാക്കു മഹാരാജിൽ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ജനനായകനിൽ ഒരുവിധം എല്ലാ ചവറിലും അങ്ങേരെയുമായിട്ട് വില്ലനാക്കും, കുറെ തല്ലുകൊള്ളിയാക്കും. പിന്നെ അങ്ങേര് ഇതേപോലെ വല്ല കോമാളി ക്യാരക്ടർ ചെയ്യും. പിന്നെ നമ്മുടെ ജാക്കി ഷറോഫിന്റെ കാര്യമൊന്നും പറയാനില്ല. അങ്ങേര് ഇപ്പൊ എവിടെ തല്ലുകൊള്ളണോ ആ തല്ലുകൊള്ളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എഗെയിൻ കോമാളി ക്യാരക്ടർ തന്നെ, വേറെ എടുത്ത് പറയുന്നില്ല. ഹൗസ്ഫുള്ള് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെ സ്ലാപ്സ്റ്റിക് കോമഡിയും കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വന്നിട്ട് വലിയ സത്യവാനും സാവത്രിയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അഡൾട്ട് ജോക്സ്, പാട്ട്, ഡാൻസ്, ഇത് മാത്രമേ ഈ സിനിമയിലുള്ളൂ. ഒന്ന് ചിരിക്കാനുള്ള ഒരു കോമഡി പറയുന്ന സാധനമൊന്നും ഈ പടത്തിലില്ല. ഞാൻ പറയാം, ചന്ദാമാമയും അതേപോലെ തന്നെ വെട്ടം പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ ഇപ്പൊ കണ്ടാലും നമുക്ക് ചിരി വരും. എന്നാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തേങ്ങയും വരും തോന്നില്ല. ഏകദേശം 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്റെ പണ്ടാരം കണ്ട് തീരണ്ടേ, കുറെ തന്നെ അങ്ങോട്ട് കാണിക്കും. ഇത് കോമഡി സീൻസ് പറയുന്ന സാധനം അതിലറിയാം. ഒരുത്തിനെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കും. അവൻ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എണീറ്റിട്ട് തണുപ്പ് മാറാൻ വേണ്ടി ദോശക്കല്ല് കയറിയിരിക്കും. ഇതൊക്കെയാണ് അവരുടെ കോമഡിയും കാര്യങ്ങളൊക്കെ. സോ വേണ്ടവർ കണ്ടു നോക്കുക. റെന്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇനി വരട്ടെ, റെന്റൊക്കെ മാറി വന്നിട്ട് കണ്ടാൽ മതി. 5A വരും, 5B വരും. സോ ട്രൈ ഇറ്റ് ഔട്ട്.